പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ MK സക്കീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പ്രചരണം അതിൻ്റെ ചൂട് പിടിച്ച ഘട്ടത്തിലാണല്ലോ അല്ലേ? ഈ കാലാവസ്ഥയുടെ ചൂടും പ്രചരണത്തെ ചൂടും സംഭവിച്ചത് ചില സമയപരിധി കൊണ്ടാണ്. വളരെ വേഗതയിൽ നമ്മൾ ഇതിൻ്റെ മെഷീനറികൾ മുഴുവൻ ചലിപ്പിച്ചു. പാർട്ടി സജ്ജമാണ്. വീട് വീടാന്തരങ്ങളിലെ കയറി ഇറങ്ങിക്കൊണ്ടൊരു വോട്ടഭ്യർത്ഥന. ഇന്ന് കൺവെൻഷൻ, നാളെ പര്യടനം, അങ്ങനെ വ്യക്തിപരമായ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്? നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് പൊന്നാനിക്ക് കൃത്യമായ ഒരു വികസനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് ആദ്യകാല മന്ത്രിമാരും സ്പീക്കറും അതുപോലെ MLA-മാരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതിൻ്റെ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് ഒരു ചെറിയൊരു ഭാഗം മാത്രം ബാക്കി നിൽക്കുന്നു. ബാക്കിയെല്ലാം വാഗ്ദാനങ്ങളും പാലിച്ചിരിക്കുകയാണ്. ഇനി പുതിയ കാലത്തിനനുസരിച്ച് പൊന്നാനിയെ നമ്മൾ സഞ്ചരിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് നൂതനമായ ഇപ്പോൾ കാർഷിക രംഗത്തുള്ള പരിഷ്കാരങ്ങൾ, കാർഷിക രംഗത്തുള്ള കലണ്ടറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ കാലാവസ്ഥയെ നേരിടാനുള്ള സംവിധാനങ്ങൾ, കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കൊരു പ്രത്യേക സോൺ എന്ന രൂപത്തിൽ പൊന്നാനി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് ആ കടൽ ഭിത്തി നമുക്ക് എത്രയും നിർമ്മിക്കാൻ കഴിയും. കോൾ പടവുകളെ സംബന്ധിച്ച് നമുക്ക് സമഗ്രമായ പഠനങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആ 100 അടി തോട് നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നാനിയിലെ എഴുത്തുരുത്തിലെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് നമ്മൾ അവിടുത്തെ ബന്ധപ്പെട്ട തോടും അതേപോലെ തന്നെ അത് പരമാവധി വെള്ളത്തിനെ സമാഹരിക്കാനുള്ളത്, പൊന്നാനിയിലെ അഭ്യസ്ത വിദ്യരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ സമഗ്ര പദ്ധതികൾ, അവർക്ക് ജോലി വേണ്ടേ. അപ്പോൾ പൊന്നാനിയിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ജോലി ചെയ്യുന്ന സർക്കാർ തലത്തിലാവാം, കമ്പനി തലത്തിലാവാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആവാം, അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഇതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ റിവേഴ്സ് മൈഗ്രേഷൻ സമയത്ത് ഈ ഗൾഫിനെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നാടിനെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ വലിയ രൂപത്തിലുള്ള വലിയ പദ്ധതികൾ നമ്മൾ പ്ലാൻ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അത് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ല, ചെയ്യാത്തതൊന്നും പറയില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കിൻ്റെ കരുത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞാനും ആ കരുത്തിൻ്റെ ഭാഗമാണ്. പൊന്നാനി എന്ന് വെച്ചാൽ പൗരാണികതയും സാംസ്കാരികതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിനെ ആധുനികവൽക്കരിക്കുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയല്ലേ? അല്ലല്ല, അത് ഈ നഗരം എന്നതിൻ്റെ പേര് തന്നെ ഒരു ആധുനികവൽക്കരണത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ നഗരത്തെയും ഗ്രാമത്തെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇനി യാത്ര ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥലപരിമിതികളോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല. വളരെ ശാസ്ത്രീയമായ നൂതനമായ പദ്ധതികൾ അതിനകത്ത് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ആൾക്കാരെ ബോധ്യപ്പെടുത്തൽ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ജനകീയമായ രൂപത്തിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള പദ്ധതികൾ, സർക്കാരിന് നേരിട്ട് സ്വഭാവത്തിലുള്ള പദ്ധതികൾ, പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സർക്കാർ പദ്ധതികൾ, ടൂറിസത്തിൻ്റെ വികസന സാധ്യതകൾ, ബീച്ച് ടൂറിസം, കായൽ ടൂറിസം, ഇതിനിടയ്ക്കുള്ള നമ്മൾ നിള ടൂറിസം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ, അതൊക്കെ തന്നെ എൻ്റർപ്രനർഷിപ്പിലേക്ക് കൊണ്ടുവരാം, അതൊക്കെ തൊഴിൽ സാധ്യതയിലേക്ക് എത്തിക്കാൻ കഴിയും. അത് വലിയ പദ്ധതികൾ. ഞാനൊരു ആളല്ല പദ്ധതിയുടെ ആവിഷ്കരണം നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ കൈകളിലൂടെ പ്ലാൻ ചെയ്ത പദ്ധതിയാണ് ഈ അവതരിപ്പിക്കപ്പെടുന്നത്. 20 വർഷം ഇവിടെ ഇടതുപക്ഷമാണ് ഈ മണ്ഡലത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മാറ്റങ്ങളും അതിൻ്റെതായ അവകാശവാദങ്ങളും ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, കടൽഭിത്തി അടക്കം അങ്ങ് എടുത്തു പറഞ്ഞു, അത് ഒരു തലവേദനയായിട്ട് നിൽക്കല്ലേ പ്രദേശവാസികളെ സംബന്ധിച്ച്? ഇല്ല, അത് തലവേദന മാറി. കാരണം എന്താ പറയുക, അത് നിരന്തരമായ സമ്പർക്കങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ സംയുക്തമായ രൂപത്തിൽ ഒരു കൃത്യമായ പഠനം നോക്കിക്കൊണ്ട് കേരളത്തിലെ 10 സോണുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ 10 സോണുകളിൽ നിന്നും ഒരു സോണ് പൊന്നാനിയാണ്. ചെല്ലാനം മോഡൽ കഴിഞ്ഞ തവണ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പൂർണ്ണ. ഇല്ലല്ല, ആ ചെല്ലാനം മാതൃക നമുക്ക് ചെയ്യും. ഈ സംഖ്യ അതിന് പര്യാപ്തമാണ്. ADB-യുടെ ലോൺ ഇതിൽ നിന്നും കേരളത്തിൻ്റെ പ്ലാൻ ഫണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് 500 ചില്ലാൻ കോടി രൂപ വരുമ്പോൾ ഇതിന് കൃത്യമായ ഒരു വരും. പ്രൈം പ്രയോറിറ്റി കടൽ ഭിത്തിയാണ്. അതിൽ തുടങ്ങും നമ്മൾ പൊന്നാനി. എപ്പോഴും പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും സുഖകരമായ യാത്ര. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ 3 അപരന്മാർ അങ്ങയുടെ അതേ പേരിൽ അപരന്മാർക്ക് എന്താ, അപരന്മാരെന്ന് പറഞ്ഞാൽ അവർ നോമിനേഷൻ കൊടുക്കാൻ അർഹതയുള്ളവരാണ്, അവർ സ്ഥാനാർത്ഥികളാണ്. നമ്മളെ ചിഹ്നവും പാർട്ടിയുടെ പേരും പറഞ്ഞ് നമ്മൾ വോട്ട് പിടിക്കും, അവരെ വോട്ട് പിടിക്കട്ടെ. അപ്പോൾ അപരന്മാർക്കും ആശംസകൾ.
അല്ലാത്തവർക്കൊക്കെ ആശംസ. ഭൂരിപക്ഷ പ്രതീക്ഷ മാത്രമുണ്ട്. ഭൂരിപക്ഷം നമ്മൾ നല്ല ഭൂരിപക്ഷം ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഭൂരിപക്ഷത്തിലേക്ക് പോകും. അത് കൂടുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ. അത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ഞങ്ങൾ പുറത്തുവിടും. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ അദ്ദേഹം പ്രചരണത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് ഇവിടെ CPM പ്രതീക്ഷിക്കുന്നതും. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.